മലയാളികൾക്ക് ഏറെ സുപരിചിതരായ രണ്ടു പേരാണ് നീനുവും കെവിനും. അതുപോലെ തന്നെ കേരളത്തിലെ ദുരഭിമാന കൊല എന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയും കെവിൻ്റെയും നീനുവിൻ്റെയും ആയിരുന്നു. നീനു എന്ന പെൺകുട്ടിയെ സ്നേഹിച്ചതും മൂലം ജാതി മറ്റൊന്ന് എന്ന് പറഞ്ഞ്, താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് നീനുവിൻ്റെ പിതാവും സഹോദരനുമെല്ലാം കൂടി കെവിനെ ഇല്ലാതാക്കിയ വാർത്ത മലയാളികളെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു കെവിൻ. എന്നാൽ അതൊന്നും ഓർക്കാതെ സ്വന്തം മകളെ താഴ്ന്ന ജാതിക്കാരൻ വിവാഹം കഴിക്കുന്നത് സഹിക്കാൻ കഴിയാതെ ദുരഭിമാനം പേടിച്ച് ഒരു പിതാവും സഹോദരനുമെല്ലാം കൂടി ചേർന്ന വലിയ ഒരു ദുഷ്കർമ്മം തന്നെയായിരുന്നു കെവിൻ്റെ കൊലപാതകം. എന്നാൽ അന്ന് നീനു ഒരു തീരുമാനമെടുത്തു. താൻ ജീവിക്കുന്നു എങ്കിൽ കെവിൻ്റെ വീട്ടിലെ ഇനി ജീവിക്കും. തൻ്റെ വീട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. ഏത് സാഹചര്യത്തിലും തൻ്റെ പിതാവിനെതിരെയും സഹോദരനെതിരെയും താൻ സാക്ഷി പറയും എന്ന് വളരെ ഉറച്ച തീരുമാനത്തോടെ നീനു പറഞ്ഞിരുന്നു. അന്നു മുതൽ കെവിൻ്റെ വീട്ടിൽ തന്നെയാണ് നീനു താമസിച്ചിരുന്നത്. നീനുവിൻ്റെ പഠന കാര്യങ്ങളെല്ലാം തന്നെ കെവിൻ്റെ പിതാവും മാതാവും കൂടി നോക്കി. അവർ കട്ടയ്ക്ക് നിന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം നീനു പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. നീനു വിവാഹിതയായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. എത്ര നാളാണ് പഴയ കാര്യങ്ങളോർത്ത് ജീവിക്കുക? അവർ ഒരുമിച്ച് ജീവിച്ചിട്ട് കൂടിയില്ല. ആ പാവത്തിനെ അവളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. ഇത്ര വർഷങ്ങൾ അവൾ കരഞ്ഞു തീർത്തു. അവളെ മറ്റൊരു യുവാവിന് കൈപിടിച്ചു നൽകിയിരിക്കുകയാണ് കെവിൻ്റെ തന്നെ പിതാവ്. വയനാട് സ്വദേശിയാണ് വരൻ. കെവിൻ്റെ പിതാവ് മുൻകൈയെടുത്താണ് വിവാഹം നടത്തിക്കൊടുത്തത് എന്നാണ് വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നീനുവിന് കഴിയട്ടെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.